പാപം പതുക്കി കളയരുത്, കള്ളക്കുമ്പസാരം നടത്തരുത്, ദൈവത്തോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വഴിയിൽ വെച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലെ ദൈവത്തോട് പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നീ ബലക്ഷയനായി മാറും. അതാണ് കർത്താവ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരണത്. എന്താണ് നിങ്ങൾ വഴിയിൽ വെച്ച് പറഞ്ഞത്? ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ശരിക്കും. നല്ല പ്രൂഡൻ്റായിട്ടുള്ള നേതാവാണെങ്കിൽ പറയും അത് അവർ തമ്മിലുള്ള പ്രൈവറ്റ് ഇഷ്യൂസാണെന്ന് പറയും. പക്ഷേ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു ദൈവ പൈതൽ സത്യസന്ധനാണെങ്കിൽ ദർ ഇസ് നോ പ്രൈവറ്റ് ഇഷ്യൂസ്. പ്രൈവറ്റ് ഇഷ്യൂസ് ഇല്ല. നീ ലൂപ്പ് ഉപയോഗിച്ചാലും കോണ്ടോ ഉപയോഗിച്ചാലും അതൊന്നും പ്രൈവറ്റ് ഇഷ്യൂ അല്ല. അത് നീ കർത്താവിനോട് പറയണം. ഇന്ന സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഉപവസിച്ചത് ദയാപിത വധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗർഭചിത്രത്തെക്കുറിച്ചുമാണ്. ഗർഭഛിദ്രം ഉണ്ടാകേണ്ട സാഹചര്യം ചിലപ്പോൾ നീ രോഗിയാണ്, ഡോക്ടർ നീ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് അമ്മ ചത്തിട്ട് കുഞ്ഞിനെ ജനിപ്പിക്കേണ്ട കാര്യമില്ല. ദാറ്റ് മേ ബി. പക്ഷേ അത് നീ കർത്താവിനോട് പറയണത്. നമുക്ക് വിശുദ്ധ കത്തോലിക്ക സഭയിലെ ആധ്യാത്മികമായ വിശുദ്ധ അപ്പോസ്തലിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഒരു വിശ്വാസിക്ക് കളങ്കം വന്നു പോയിട്ടുണ്ടെങ്കിൽ, പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്, പറയാനുള്ള ഇടമുണ്ട്. ഈ നോൻപ് കാലത്ത് ഇത് ഉപയോഗിക്കണം. ഞാൻ തന്നെ ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 അച്ഛന്മാരെ നോക്കിയിട്ടാണ് പറഞ്ഞിട്ടാണ് ഒരച്ചെടുക്കുന്ന കുമ്പസാരിക്കാൻ പറ്റിയത്. കോവിഡ് കാലമായതുകൊണ്ട് ചില ആൾക്കാർക്ക് അതുകൊണ്ടായിരിക്കത്തില്ല, അവർക്ക് ആ സമയത്ത് അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരാധനയ്ക്ക് പോകേണ്ട ധൃതി കൊണ്ട് കുമ്പസാരം ഞാൻ ആരാധന കൂടട്ടെ എന്നുള്ള ഒരു ലൈനിലാണ് അവർ എന്നോട് സംസാരിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരാളെ കിട്ടണവരെ ഞാൻ അവിടെ നിന്നു. ആളെ കിട്ടി ഞാൻ കുമ്പസാരിച്ചു. അതെന്താണ്? നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയാണ് വിഷയത്തിൽ. ഒരച്ഛന് താല്പര്യമില്ല, പിന്നെ എനിക്കെന്താ? പല അണ്ണന്മാരും പറയണതാണ്. ഞങ്ങളുടെ പള്ളി ചെന്നപ്പോൾ വികാരത്തിനെ കണ്ടു, പക്ഷേ അച്ഛൻ കുമ്പസാരിപ്പിച്ചില്ല എന്ന് പറയും. അച്ഛൻ കുമ്പസാരിപ്പിച്ച് ഞാൻ കുമ്പസാരിക്കണില്ല. 50% വിശ്വാസം ഈ ടൈപ്പാണ്. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ പെടലേക്ക് സാധനം വെച്ച് ഊരാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ഞാൻ മേടെ ചെന്നാണ്. അപ്പം അച്ഛൻ പറഞ്ഞത് കുമ്പസാരത്തിൻ്റെ സമയമല്ലെന്ന് പറഞ്ഞു. ഞാൻ സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്ത് തൃശ്ശൂർ ഒരു പ്രഖ്യാപിതമായ പള്ളിയിൽ ഞാൻ കുമ്പസാരിക്കാൻ ചെന്ന്. അപ്പോൾ എനിക്ക് കുമ്പസാരം കിട്ടിയില്ല. എനിക്ക് ലോഹം ഉണ്ടായിട്ട് പോലും കുമ്പസാരം കിട്ടിയില്ല. എന്താ കാര്യം? അവർ ചിട്ടിക്ക് ലേലം വെച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ചിട്ടി ലേലം കഴിഞ്ഞിട്ട് വികാരിച്ചനും കമ്മിറ്റിക്കാരും കൂടി ചിട്ടിയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പാവപ്പെട്ട കുമ്പസാരിക്കാൻ ചെയ്യുന്നത്. പള്ളികളിലൊക്കെ അവസ്ഥ അതാണ്. സാമ്പത്തികമായ വിഷയം വരുമ്പോൾ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ആ മേഖല വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ബഹിഷ്കരിക്കപ്പെടും. അപ്പോൾ നമുക്കൊരു മുറിവുണ്ടാവും നമ്മൾ പറയും.
അത് കർസ്മാറ്റിക്കാർ ഇറക്കിയിട്ടുള്ളൊരു വൊക്കാബുലറിയാണ് മുറിവ്. ഞാനൊരിക്കലും അത് പറയത്തില്ല. കാര്യം എന്താണ്? മുറിവുണ്ടാകണമെങ്കിൽ നമ്മൾ ജഡമായിരിക്കണം. ആത്മീയവരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുറിവുണ്ടാകണത്? ആത്മാവിനെങ്ങനെയാണ് മുറിക്കാൻ പറ്റണത്? ദാറ്റ്സ് നോൺസെൻസ്. ആരോ ബോധമില്ലാത്തവന്മാർ പണ്ട് പഠിപ്പിച്ച് വിട്ടിരിക്കണത് കസ്മാറ്റിക്കാർ കെട്ടിയിടുന്ന് വിളിക്കുന്നതാണ്. നമ്മളെ മുറിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ആത്മാവിൽ ഫീൽഡാണ്. ആത്മാവിനെ എങ്ങനെ മുറിക്കാൻ പറ്റും? നമ്മൾ 2:24 എന്താ വായിക്കണത്? ദൈവം ആത്മാവാണെന്നല്ലേ പറയണത്. ആത്മാഭിഷേകം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ മുറിക്കാൻ പറ്റേണ്ടത്? അപ്പോൾ ആന്തരിക സൗഖ്യം തന്നെ അത് നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളെ പരിശുദ്ധാത്മ നിറയണം. ഞാൻ അച്ഛനോട് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തിരിച്ചു പോന്നു. പക്ഷേ അടുത്ത പള്ളി പോയി കുമ്പസാരിച്ച്, കർത്താവ് എന്നെ പരീക്ഷിച്ചതാണ്. അവരെ പരീക്ഷിച്ചതല്ല, അവരെ വെച്ചോണ്ട്, ഈ ചിട്ടിക്കമ്പനിയെ വെച്ചോണ്ട് ദൈവം എൻ്റെ ആധ്യാത്മികതയെ പരീക്ഷിച്ചതാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. എന്താ കാര്യം? എപ്പോഴും താബോറിൻ്റെ താഴ്വരയിൽ ഒരു പിശാച് ബാധ നിൽക്കും നമ്മുടെ ആധ്യാത്മികതയെ പരീക്ഷിക്കാൻ വേണ്ടി, അപ്പോസ്തലന്മാരുടെ ആധ്യാത്മികതയെ പരീക്ഷിക്കാൻ വേണ്ടി. അതിനുശേഷം തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന സംസാരങ്ങളെല്ലാം കർത്താവ് ശ്രദ്ധിക്കും. ഈ താഴ്വാരങ്ങൾ തിരിച്ചു പോകുന്ന വീട്ടിലാകുമ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, വാട്ട് യു ആർ ടോക്കിംഗ് ഇൻ ദി വേ സൈഡ്? നിങ്ങൾ എന്തിനാണ് വഴിയിലരികിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കർത്താവേ. എന്താണ്? ഞങ്ങൾ ആരാണ് വലുത് എന്നാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളിൽ ആരാണ് വലുത് എന്നാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവ് കുഞ്ഞിനെ എടുത്തിട്ട് പറയും, നിങ്ങൾ ഇതുപോലെ ആകാൻ പറയും. താബോറിൽ നിന്ന് ഒരു കുഞ്ഞിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് രൂപാന്തരീകരണത്തിൻ്റെ മനുഷ്യമുഖമാണത്. ആ താബോറിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരണത് ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്കാണ് വരണത്. കുഞ്ഞും ഒരു ദൈവ പൈതലായിട്ടിരിക്കുകയാണ്. നീ ഒരു ദൈവ പൈതലാകാൻ കർത്താവ് പറയും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവേ, വഴിയിൽ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങള് അങ്ങയോട് വെട്ടി തുറന്ന് പറഞ്ഞ് അങ്ങയുടെ ആ കുമ്പസാരത്തിൽ നിന്ന് ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ മുഖമായി രൂപാന്തരപ്പെടുവാൻ താബോറിന്റെ മുകളിൽ മാത്രമല്ല താഴ്വാരങ്ങളിലും രൂപാന്തരീകരണങ്ങള് സംഭവിക്കുമെന്നുള്ള സത്യാവസ്ഥകളെ ബോധ്യപ്പെടുത്തിയ കർത്താവേ, എന്നെ വിശുദ്ധിയാൽ അഭിഷേകം ചെയ്യണം. വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ താഴ്വരകളില് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങളടിച്ചുകൊണ്ട് എന്റെ ഉള്ളിൽ വസിക്കാൻ ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജോബിറ്റ ജോയ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 21 ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അന്ന് ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെയാണ് ഞാൻ വന്നത്. വന്നപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ 6 നിയോഗങ്ങൾ ഞാൻ എഴുതി ഇവിടെ സമർപ്പിച്ചിരുന്നു. എനിക്ക് ആദ്യമായി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ വലത് കയ്യിൽ ഈ ജോയിൻറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു. കഠിനമായ വേദന ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കൊച്ചുണ്ട്.
അപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഒരു കൈക്ക് ജോലി ചെയ്യൽ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിരുന്നു, പെയിൻ കില്ലറൊക്കെ തന്നിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാനത് ഉടമ്പടി നിയോഗം വെച്ചിരുന്നതല്ല എങ്കിൽ പോലും എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യം മാതാവ് അറിഞ്ഞ് ചെയ്തതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ആ മുഴയുടെ വേദന മാറി. അപ്പോൾ ആ വേദന മാറിയപ്പോൾ തന്നെ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേദനയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മറക്കും. കുറച്ച് ദിവസങ്ങൾ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം അമ്മയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അമ്മ ആ മുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നിൻ്റെ ആ മുഴ എങ്ങനെയുണ്ടിപ്പോൾ? ഞാൻ കയ്യിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ മുഴ അവിടെ ഇല്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ മുഴയോ ചെറിയ ഒരു തടിപ്പ് പോലും ഇല്ല. അതെനിക്ക് ആദ്യം ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നീട് ഉടമ്പടി ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് ചെറിയൊരു കൊതുക് കടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഈച്ചയൊക്കെ തൊടുമ്പോഴേക്കും ശരീരം വല്ലാതെ അലർജി പോലെ ചൊറിഞ്ഞ് തടിപ്പ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ ആണ് ഞാൻ ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അതും മാറിക്കിട്ടി. അതിനുശേഷം ഉടമ്പടി പുതുക്കിയത് 2022 ഒക്ടോബർ 1-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. എനിക്ക് ഒരു ജോലി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കുഞ്ഞിനെ ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. കുഞ്ഞിന് 1.25 ആയപ്പോഴേക്കും എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. അപ്പോൾ മാതാവിൻ്റെ സാഹചര്യം അറിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. എനിക്ക് ജോലി ലഭിച്ച സ്കൂളിൻ്റെ അടുത്തൊരു ഡേ കെയർ ഉണ്ടായിരുന്നു. അവിടെ ആ ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ ജോലി എനിക്ക് ശരിയാക്കി ആ ജോലിക്ക് പോകാനുള്ള എല്ലാ സഹായവും എനിക്ക് മാതാവ് ചെയ്തു തന്നു. അതോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിണറുണ്ട്, പക്ഷേ വേനലൊക്കെ ആവുമ്പോൾ അവിടെ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ വീണ്ടും പല പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചു നോക്കി, കുഴൽ കിണർ കുഴിച്ചു, അപ്പോഴൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. പിന്നീട് ആ സമയമായപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടൻ അവിടെ ഒരു കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഈ ഉപ്പ് അമ്മ കിണറ്റിലിട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ഉപ്പ് ഞങ്ങൾ കിണറ്റിലിട്ടു. ആ കിണറ്റിൽ ഇപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ വറ്റാതെ നല്ല വെള്ളമുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം ഉണ്ടായത്. എൻ്റെ ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. തലയോട്ടിയൊക്കെ ഇപ്പോഴും പൊട്ടി ഇങ്ങനെ ചന്നം ഭിന്നമായ അവസ്ഥയാണ്. CT സ്കാനിൽ ഞാനിത് 2024 ഏപ്രിൽ 7-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു. ഹസ്ബൻഡ് അവർ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് സംഭവിക്കുന്നത്. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വേറൊരാൾ ഫോൺ എടുത്ത് അറിയിച്ചു. ഞാൻ അടുത്ത വീട്ടിലെ അവർ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടൻ എന്നെയും കൊച്ചിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ തൈലം എടുത്തു. മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ CT സ്കാനിന് കയറ്റിയിരിക്കുക. ഇറക്കി കൊണ്ട് വന്ന വഴിയെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, ICUലാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓടിപ്പോയി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആൾക്ക് ഒരനക്കവും ഇല്ല. അപ്പോൾ വേഗം ICUലാക്കി. 2 ദിവസം 1-2 ദിവസങ്ങളിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആളുടെ ഒരു കൈ, വലത് കൈ മാത്രം എന്തെന്നില്ലാതെ അനക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രം. വേറൊരു ചലനങ്ങളോ കണ്ണിനൊരു ചലനമോ ഒന്നും കാണുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് 3-ാം ദിവസമായപ്പം എന്നോട് ആങ്ങളെയാണ് അവിടെ ICUവിൽ അടുത്ത് പുറത്ത് നിന്നിരുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ICUവിൽ കയറി കാണാൻ വൈകുന്നേരം ആകുമ്പോൾ ഇന്നും ചെല്ലും. അപ്പോൾ ആങ്ങളെ പറഞ്ഞ് ഇന്ന് വരണ്ട, ആൾക്ക് ചെറിയ പനിയുണ്ട്, പുറത്തുനിന്ന് ആരെയും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിന് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം, പിന്നെ എനിക്ക് പിടി വിട്ടു പോകും
എന്ന് പറഞ്ഞു. അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല. ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ഞങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല, തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത്, ഞാനിത് കാണുമായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, എനിക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് ആങ്ങളയോട് പറഞ്ഞു. അപ്പോൾ ആങ്ങൾ ആദ്യമൊന്നും കൂട്ടാക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എങ്ങനെയെങ്കിലും പറഞ്ഞ് ആ റിപ്പോർട്ടൊന്ന് വാങ്ങിച്ച് തരുമോ, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് ചേട്ടായിക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം. ഞാനപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അവസാനം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. നെയ്ബേഴ്സിനെ കൂടെ കൂട്ടിയാണ് എന്നെ ഇവിടെ വിട്ടത്. അപ്പോൾ അവർ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചേക്കുക, എൻ്റെ കയ്യിൽ തരുന്നില്ല. ഞാനിവിടെ വന്ന് അവിടെ ക്യൂ നിൽക്കുമ്പോഴും അവർ എൻ്റെ അടുത്ത് നിൽക്കുക റിപ്പോർട്ട് കയ്യിൽ പിടിച്ച്. അപ്പോൾ പക്ഷേ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് മാത്രമാണല്ലോ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ റിപ്പോർട്ട് തന്നു, ഞാൻ കയറി വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ പേപ്പർ അടുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആളുടെ CT സ്കാനിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്ത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴാണ് അത് കാണുന്നത്. തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല. അപ്പം ഞാൻ എല്ലാവരും എന്നെ പറ്റിക്കുവാണോ, എന്താ ദൈവമേ കാണുന്നത്, ഞാൻ അപ്പം കരയാൻ തുടങ്ങിയതാണ് ഇവിടെ മുട്ടുകുത്തി നിന്ന്. എനിക്ക് പള്ളിയിലേക്ക് കയറിയപ്പം തുടങ്ങി ഭയങ്കര തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. അച്ഛനെ കാണുമ്പോഴും എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ രൂപത്തിലോട്ടാണ് എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ. അതേ അവസ്ഥയാണല്ലോ ഇപ്പോൾ എൻ്റെ ഭർത്താവിനും എന്നൊക്കെ എനിക്ക് ചിന്ത. ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചുമാണ് ഇവിടെ വരാറ്. അപ്പം ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ, അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛനെ കണ്ടു. അച്ഛൻ കാശുരൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു. ഇതൊക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയതേ ആങ്ങളെ വിളിച്ചു എങ്ങനെ ഉണ്ടെന്നറിയാൻ. അപ്പോൾ അത്രയും ദിവസം കുഴപ്പമില്ല, ഇത്രയും ദിവസത്തെ പോലെ തന്നെയാണ് എന്നൊരു മറുപടിയാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഒരു സന്തോഷമുള്ള സ്വരം, നല്ല മാറ്റമുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു തുള്ളി പോലും പിന്നോട്ട് പോയിട്ടില്ല, മുമ്പോട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞാൻ എന്നും ICUവിൽ കയറി കാണുമ്പോൾ ആളുടെ ചെവിയിൽ വചനം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. മൊബൈലിലായാലും അവരവിടെ റെക്കോർഡ് ചെയ്തത് നമ്മൾ കൊടുത്താൽ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. കണ്ണ് തുറന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. 2 ആഴ്ചയ്ക്ക് ഓളം വെൻറ്റിലേറ്ററിലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒരു കണ്ണ് തുറന്നത്. ഇടത് സൈഡിലാണ് തലയ്ക്ക് ഇടിച്ചത്. അപ്പോൾ ഇടത് കണ്ണ് അപ്പോഴും തുറന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ പോയ അന്ന് നേരെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് എന്തായാലും ചേട്ടടുത്തൊന്ന് കയറണം, എന്നെ സമ്മതിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉള്ളിൽ കയറി കരയരുത്, എങ്കിൽ മാത്രം കയറ്റാമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ കരയാതിരിക്കില്ല എന്ന്. എന്നാലും ഞാൻ പോയി എനിക്ക് ഈ കാശുരൂപവും തൈലം അവിടെ എത്തിക്കണം. അപ്പോഴും ഞാൻ ആദ്യം മുതൽ കയറുമ്പോൾ തൈലം കയ്യിൽ കൊണ്ടുപോകും. നഴ്സുമാർ കാണാതെ പ്രാർത്ഥിച്ച് വേഗം നെറ്റിയിലൊക്കെ വരച്ചിട്ട് പോരുക ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു നേഴ്സ് ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാ ഡോക്ടർമാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തൈലവും കാശുരൂപമായിട്ട് അന്ന് വൈകുന്നേരം ആളുടെ അടുത്ത് കയറി. ഞാൻ തൈലം പുരട്ടുന്നത് നഴ്സ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, കൃപാസനത്തിലെ എണ്ണയാണോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ചേച്ചി അത് അവിടെ വെച്ചേരെ, ഞങ്ങൾ ഇടയ്ക്ക് പുരട്ടി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനതപ്പോൾ അവിടെ വെച്ചു. കാശുരൂപം ഡ്രസ്സിൽ കുത്തി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞു, ക്ലീനിങ്ങിനൊക്കെ ഉള്ളൊരു ഡ്രസ്സ് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയേക്കാം, അതുകൊണ്ട് ബെഡിൽ കുത്തി വയ്ക്കാമെന്ന് പറഞ്ഞാൽ ആ നേഴ്സ് തന്നെ അത് ആളുടെ തലയുടെ അടുത്തായിട്ട് ബെഡിൽ കുത്തി വെച്ചു. അന്ന് തൊട്ട് എന്നും അവരും ആ തൈലം പുരട്ടും. ഞാൻ കയറുമ്പോഴും തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. ആ കാശുരൂപവും തൈലവും ICUവിൽ 1 മാസം ആളുണ്ടായിരുന്നു. 1 മാസത്തിന് ശേഷം ICUവിൽ നിന്ന് പുറത്തിറക്കിയത്. ആ ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളിലെല്ലാം ഈ തൈലവും ആ കാശുരൂപവും ഇന്നും കൂടെയുണ്ട്. അപ്പോൾ
മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ വലിയ വിഷമത്തിലായിരുന്നു, ഇനി ഇങ്ങനെ ഒരു വരവുണ്ടാവുമോ എന്ന്. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞു, എനിക്ക് ആളെ കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കണേ എന്ന്. അതിനമ്മ അനുവദിച്ചു. എനിക്ക് അതിലും വലിയ ഒരു അനുഗ്രഹം ഈ ജീവിതത്തിൽ കിട്ടാനില്ല. പിന്നീട് ആ സമയത്തൊന്നും എൻ്റെ ജോലി ലഭിച്ചെങ്കിലും അപ്പോയിൻമെൻറ്റ് പാസ്സായിരുന്നില്ല. എയ്ഡഡ് സ്കൂളാണ്. പക്ഷേ പുതുക്കലിന് ശേഷം ആ സമയത്ത് പുതുക്കി, അതിനുശേഷം എത്രയും വേഗം അപ്പോയിൻമെൻറ്റ് പാസ്സാക്കി തന്നു. പിന്നീട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി എന്നാണ്. എയ്ഡഡ് സ്കൂളിലാണെങ്കിലും PSC എക്സാമൊക്കെ എഴുതാറുണ്ട്. PSC നിയമനം ലഭിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതും സഫലമാകാൻ പോവാണ്. എനിക്ക് PSCയിൽ അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഓരോ അനുഗ്രഹങ്ങളും ഓരോ സാഹചര്യത്തിനൊത്ത് അമ്മ സാധിച്ചു തരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടും, നമ്മൾ നിയോഗമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് സാധിച്ചു തരൂ എന്നുള്ളൊരിത്. പക്ഷേ നമ്മളെ ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചു തരാൻ വേണ്ടി അതിലേക്ക് എത്താനായിട്ടുള്ള ഓരോ മാർഗവും മാതാവ് സുഗമമാക്കി തീർത്ത് നമ്മളെ എല്ലാം പൂർത്തിയാക്കി ആ ലക്ഷ്യത്തിൽ എത്തിക്കുക ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ടൗണിലൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ കൊടുക്കാറുണ്ട്. സഹപ്രവർത്തകർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ പൊതുസമൂഹത്തിൽ പത്രം വിതരണം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഒരു മടിയൊക്കെ തോന്നുമായിരുന്നു. പിന്നീട് ഒരു മടിയില്ലാതെ ഞാൻ ടൗണിൻ്റെ കോതമംഗലത്തൊക്കെ ടൗണിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ ഞാൻ നടന്ന് വെയിലത്താണേലും ഞാൻ പോകും. അപ്പോൾ ഞാൻ പറയും, ഞാൻ ത്യാഗം സഹിച്ചോളാം, എനിക്ക് അമ്മ നന്മ തന്നാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല. ഒരുപാട് പേര് പുച്ഛ മനോഭാവത്തോടെ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ശരിക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ആദ്യമൊക്കെ നമുക്കൊരു മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇതിൻ്റെ പേരിൽ ഒരാൾ പുച്ഛിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടിയാണല്ലോ ഇത് എന്നുള്ളൊരു തോന്നൽ. പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വരം ലഭിച്ചു. ഹസ്ബൻഡാണെങ്കിലും ഇപ്പോഴും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാറായില്ലേ, സന്ധ്യ ആയാൽ ചോദിക്കും, പ്രാർത്ഥിക്കാറായില്ലേ. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. കുമ്പസാരമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് കാരുണ്യ പ്രവർത്തികൾ, ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഓരോ കുട്ടികളും പല കുറവുകളുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഞാൻ ആരോടും പറയാറില്ല, പക്ഷേ ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ചുറ്റുമുള്ളവരിലും ആവശ്യമെന്ന് തോന്നുന്നവരെ എന്നാലാവുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ട്. ഇപ്പോഴും ഞാനൊരാൾ കുടുംബം നോക്കുമ്പം എനിക്ക് തികയാതെ വരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ ഇല്ലായ്മയിൽ നിന്നും നമ്മൾ പങ്കുവയ്ക്കണം. എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കുഞ്ഞിലെ മുതലേ അത് കാണാറുണ്ട്. അപ്പം എനിക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. ഞാനും അങ്ങനെ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി, നമുക്കില്ലാതെ വരുമ്പം ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് സഹായം അയച്ചു തരുന്നത്. ഇപ്പോഴും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എനിക്ക് സഹായങ്ങൾ എൻ്റെ ആവശ്യ നേരത്ത് എനിക്ക് എത്തിച്ചു തരുന്നുണ്ട് ദൈവം. അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്നും പഠിച്ച വലിയൊരു പാഠം, നമ്മളിൽ നന്മയുണ്ടാവുക, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ കഴിവിനൊത്ത് മറ്റുള്ളവരെ സഹായിക്കുക. അതിൽ നിന്ന് ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിയിൽ നിന്ന് വരുന്നു. സാക്ഷ്യം വൈഫ് പറയും. എൻ്റെ പേര് ഷേർലി ജോർജ്. ഞാൻ 2023 മാർച്ച് 17-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് ഇവിടെ കാലുകുത്തി ആ നിമിഷം മുതൽ ഈശോയിൽ നിന്ന് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് 30 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു പറഞ്ഞാൽ വാസയോഗ്യമല്ലാത്തൊരു വീടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മാതാവ് ചെയ്തതൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഞാൻ
സെപ്റ്റംബർ 13 രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീടില്ലല്ലോ, അപ്പം ഞങ്ങളിവിടെ കുറേ ആളുകളെ 500 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം വരുന്ന നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടി. അപ്പോൾ ഇവരെല്ലാം വണ്ടിയെ കയറുമ്പോൾ എന്നോട് പറയും, നിൻ്റെ വീട് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ 13 അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കും ഒരു വീട് തരണേ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം സെപ്റ്റംബർ 14 ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുവാണ്, തൊട്ടടുത്ത് കിടക്കുന്ന വീട് സ്ഥലവും വിൽക്കാനിട്ടിരിക്കുക, നിനക്കത് വാങ്ങിക്കാൻ പറ്റും, ലോണും ഉണ്ട്, നീ അത് നോക്കാൻ. പെട്ടെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, എന്താ ഇങ്ങനെയെന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നെ അപ്പം തന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ച സമയത്ത് ഒരു ബ്രോക്കർ വന്നിട്ട് പറയുന്നത്. അപ്പം ഞങ്ങളൊരു വീട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും. എന്നൊരു ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് നമ്മുടെ മുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന, അത് കണ്ടാലേ അറിയത്തുള്ളൂ മാതാവ് നമ്മളെ എത്ര അനുഗ്രഹിച്ചെന്നുള്ളത്. അപ്പം ആ വീടിങ്ങനെ കൊടുക്കാനിരിക്കുക, നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഇത്രയൊക്കെ വില പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബാങ്കിലൊന്ന് പോയി നോക്കാം, ബാങ്കിൽ പോയി നോക്കുമ്പോൾ അറിയാമല്ലോ ലോണ് കിട്ടുമോ ഇല്ലയോ എന്നറിയാവുന്നു. അപ്പം ഞങ്ങളങ്ങനെ 2 പേരും കൂടെ SBI പോയി ലോണിൻ്റെ ചോദിച്ചു. പട്ടയമുള്ള സ്ഥലമാണ്, വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ലോണ് തരാമെന്ന് പറഞ്ഞു, നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായിട്ടെല്ലാം ചെന്നു. അവരെല്ലാം കണ്ട് തൃപ്തിപ്പെട്ടിട്ട് പറഞ്ഞു ലോണ് തരാം, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ശരിയാക്കി കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്ന ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുത്ത ഇത് വിളിക്കുന്നു, ഈ ആധാരത്തിൻ്റെ ഒരു കോപ്പി ഇല്ല എന്നും പറഞ്ഞു. വക്കീലിൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോഴും ഒരു പ്രശ്നമില്ല, മാനേജർ വന്ന് നോക്കി, എല്ലാവരും നോക്കി, അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയുവാണ് പിന്നെ എന്നാ ചെയ്യുന്നത്. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതുപോലെ ഏത് സമയത്തും ഞാൻ പ്രാർത്ഥിക്കുമ്പം വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴും കുരിശോട് കൂടിയാണ്, കുരിശാണ്, അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത തന്നെ. ഇപ്പോൾ രാവിലെ ഞാൻ ഈ ആധാരം എടുത്തോണ്ട് അതേലിങ്ങനെ നമുക്കതിൻ്റെ കോപ്പി ഇരിപ്പുണ്ട്, ആ കോപ്പിയിലിങ്ങനെ വിശുദ്ധ തൈലം വെച്ച് 4 സൈഡിലും കുരിശ് വരച്ചു, ഉപ്പും 4 സൈഡിലും വെച്ചു, മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ മോൻ അസാധ്യമായിട്ടൊന്നുമില്ല, ഇത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബാങ്കുകാർ തന്നെ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നത് മീനച്ചിൽ താലൂക്കിൽ നിന്നാണ്, നിങ്ങൾ അവിടെ പോയി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് പേരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇത് കിട്ടാനൊരു സാധ്യതയൊന്നും ഉള്ളതൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയും തിരുക്കുവാരനും വലിയ ശരണമായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇത് അമ്മ തന്നെ ചെയ്തു തരണം, അമ്മയുടെ മോൻ അസാധ്യമായിട്ട് ഒന്നുമില്ല, അത് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളും ഞാൻ, അതുകൊണ്ട് അമ്മ തന്നെ ഇത് ചെയ്തു തരണേന്ന് പറഞ്ഞു. ഒക്ടോബർ 12 ഒരു 2 മണി സമയമായപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ തോന്നുക, ആ ഇരിക്കുന്ന ആധാരമെല്ലാം അപ്പം ബാങ്കിൽ നിന്ന് അതെല്ലാം നമുക്ക് തിരിച്ച് തന്നു വിട്ടു, നിങ്ങളിത് പോയി മീനാച്ചി താലിക്ക് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഇതെടുത്ത് വെച്ചിട്ട് ശാന്തമായിട്ട് നോക്കി. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒരു 2:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എടീ ഞാനത് നോക്കിയപ്പം ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചിട്ട് പറയുക, ആ ആധാരത്തിൻ്റെ കോപ്പി അതിനകത്ത് തന്നെയുണ്ടെന്ന്. കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സന്തോഷം നമുക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഇത് ഒരിക്കലും കിട്ടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ഓടി വന്ന്, ഞങ്ങൾ സംഘത്തിന് പോയതാണ്, അവിടുന്ന് ഓടി വന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ജപമാല ചൊല്ലിയിട്ട് ആയിക്കോട്ടെ നോക്കുന്നതെന്ന്. ഒരു ജപമാലയും ചൊല്ലി കരുണക്കൊന്തയും തിരുകുടത്തേക്കൊന്തയും ചൊല്ലിയിട്ട് നോക്കിയപ്പം അതിനകത്തിരിക്കുക. അപ്പോഴത്തേനും അയലോക്കത്തുള്ളവരെല്ലാം ഓടി വന്ന്, ഈ സ്ഥലം തരുന്ന ആളുകൾ വരെ വന്നിട്ട് പറഞ്ഞു, ഇത് എന്തോ ഒരു അത്ഭുതമായത്. കാരണം എല്ലാവരും തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നോക്കിക്കൊണ്ടിരുന്ന സാധനമാണ് കിട്ടിയത്. പിറ്റേ ദിവസം ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പം അവരും പറഞ്ഞു ഇതൊരു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ തീർന്നു കഴിഞ്ഞിരുന്നപ്പോഴാണ് പിന്നെ അടുത്തത് വരുന്നത്. സിവിൽ സ്കോർ കുറവാണ് ഞങ്ങൾക്ക്. അതിനും ഞാൻ ഈ ഉടമ്പടി ഇത് തന്നെ ചെയ്തു, അമ്മയുടെ ഇതെടുത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ വിട്ടു പറയാൻ ഒരു കാര്യം, ഞാനിത് 2ാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ആൾക്കാരെ ഞാൻ പറയുന്നത്. അത് ആദ്യമേ പറയണമെന്നോർത്തു പെട്ടെന്നത് പറഞ്ഞില്ല. അതും ഇതുപോലെ തന്നെ ആധാരം എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒക്ടോബർ 19 അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ പറയുക, നാളെ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. പെരയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തൊഴുത്ത് പണിയുന്നവരാണെങ്കിൽ അങ്ങനെ, തൊഴുത്തിൻ്റെ അടുത്ത് പോയി നിന്നോ അല്ലേ അവിടെ നിന്നോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമുക്കൊരു കച്ചിത്തുരുമ്പാണ് കിട്ടിയിരിക്കുന്നത് തമ്പുരാൻ്റെ കയ്യിൽ നിന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെച്ച് പിന്നെ പിറ്റേ ദിവസമാകാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. രാവിലെ ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് തൈലം തൊട്ട് 4 സൈഡിൽ ഞാൻ കുരിശ് വരച്ചു, 4 സൈഡിൽ ഉപ്പും വെച്ചു.
ഒരു കാശ് രൂപ അതിനകത്ത് വെച്ചു. എന്നിട്ട് ഞാനിതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ സിവിൽ സ്കോർ അമ്മയ്ക്ക് അസാധ്യമായിട്ടും അല്ല, അമ്മയുടെ മോൻ എന്നെ അസാധ്യമായിട്ടുള്ളത് ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇതിനു മുമ്പും ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നാൽ ഇതും കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നതാണെങ്കിലും 2-3 അത് കഴിഞ്ഞ് ആ തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ചത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ വീട്ടിൽ വന്ന് നിൽക്കുക, വീട് കാണാൻ വന്നതെന്നും പറഞ്ഞ്. അപ്പം എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചൊവ്വാഴ്ച ദിവസമാണ് കിട്ടുന്നതെല്ലാം. പിന്നെ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അപ്പം ഞങ്ങളിങ്ങനെ അന്താളിച്ച് നിൽക്കുക, കാരണം സിവിൽ സ്കോർ ഇല്ല, ലോണ് കിട്ടുകയില്ല, ലോണ് തള്ളിപ്പോകുമെന്ന് പറഞ്ഞതാണ്. എന്നാണെങ്കിലും അവർ വന്നു പോയി ലോണ് കിട്ടി. ഞാൻ ഒത്തിരി ഒന്നും വലിച്ചിരിക്കുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ളതല്ലേ. അതിലും ആ ലോൺ അനുവദിച്ച് ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമ്മയെ ഒക്ടോബർ 25 മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണേ. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വിളിക്കുമ്പോൾ പറയും, അമ്മ 3-ാം വർഷമല്ലേ നടക്കാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. ഒക്ടോബർ 25 ആയില്ല, അതിന് മുമ്പേ തന്നെ ലോണും അനുവദിച്ചു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അമ്മേ എനിക്കൊരു ലോൺ എന്ന് കിട്ടിയാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു അടയാളം കിട്ടിയച്ചമ്മ. പക്ഷേ അടയാളമല്ല തന്നത്, ലോണ് 30 ലക്ഷം രൂപ അനുവദിച്ചു, അത് അവരുടെ കയ്യിലും കൊടുത്തു, ആധാരം ചെയ്തു. ഇന്നലെയാണ് ആധാരം ചെയ്ത് മാറിയത്. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്കേതായാലും എന്നതായാലും വേണ്ടില്ല, അമ്മയുടെ ഇത് പുറത്തു പോയി നന്ദി പറഞ്ഞതിന് ശേഷം മതി ബാക്കി എന്ത് കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ മഴക്കാലമൊക്കെയാണ്, ഞങ്ങൾ പോകുന്ന വണ്ടി ഇനി അടുത്ത 8-ാം തീയതിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അതിന് മുമ്പായിട്ട് സാക്ഷ്യം പറയണം, എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് കാണിച്ചു തന്നു. അപ്പം തന്നെ ആ സഹോദരനെ വിളിച്ചു, സഹോദരൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് അവിടുന്ന് പോകുന്നതാണ്, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞു ഇത് എന്തൊരു അത്ഭുതമായി നടക്കുന്നതെന്നായി ചോദിക്കുന്നത്. കാരണം ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായി, നോട്ടറി വക്കീൽ. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലും ഞാൻ ശകലം ഉപ്പെടുത്തുകൊണ്ട് പോയി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കൊന്തയും കൈ പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ആ ഇരിക്കുന്ന ചെയറിൻ്റെ സൈഡിലും നമ്മുടെ പരിശുദ്ധ അമ്മ എങ്ങനെ നമ്മളോട് ഇടപെടുന്നോ അതുപോലെയാണ് നമ്മളോട് ഇടപെടുന്ന ഓരോരുത്തരും. അമ്മയും തിരുക്കുമാരനും നമ്മുടെ കൂട്ടത്തിലുണ്ട്, പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും അമ്മയുടെ ഈ വീടും പെരയുവാണെങ്കിൽ പോലും ഒരു 30 വർഷം മുമ്പ് നമ്മളോട് സെൻറ്റിന് 3000 വെച്ച് മേടിച്ചോളാൻ പറഞ്ഞ ഒരു സ്ഥലവും പെരയാ. ഈ പെര പണിതതെല്ലാം നമ്മുടെ കണ്ണിലാണ് കണ്ടത്. നമ്മളത് കയറി കാണാനൊന്നും പോയിട്ടില്ല. 3 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞ വീടിന് 4 ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വാർക്ക വീടാണ് അമ്മ തന്നെ ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തന്നത്. അത്രയേറെ അനുഗ്രഹം അമ്മ ചെയ്തു തരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയാണ് കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഞങ്ങളും കൂടെ കൂടിക്കൊണ്ടൊരു 500 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് നോക്കി നമ്മൾ വിളിച്ച് ചോദിച്ച് പുതുക്കാൻ പോകണ്ടേ, വരുന്നില്ലേ, അങ്ങനെയെല്ലാം ചോദിച്ച് ചെയ്യുന്നു. ഒരു 2000 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ ഞങ്ങൾ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും കൂടെ സ്കൂട്ടിയെ കയറി പോവും. നമ്മുടെ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് കൊടുക്കുക. അത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചിലപ്പം രാത്രി 8 മണിയൊക്കെ ആകും രാവിലെ ഇറങ്ങുന്ന, എന്നാലും ഒരു മടുപ്പോ ക്ഷീണമൊന്നുമില്ല. നമ്മളിതെല്ലാം ചെയ്തേച്ച് വരുമ്പോഴത്തേനും നമുക്കൊരനുഗ്രഹം ദൈവം അവിടെ കരുതി വച്ചിരിക്കുക. അതുപോലെ അനുഗ്രഹങ്ങളാണ് ഇങ്ങനെ തരുന്നത്. ഈ പത്രം പിന്നെ എല്ലാ മാസവും ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ ഓരോരുത്തർ പറഞ്ഞു വിടുമ്പോഴൊക്കെ പത്രം മേടിച്ച് 5-6 കെട്ട് കൊണ്ടേ കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു 10-24 അപ്പച്ചന്മാരുള്ള ഒരു സ്നേഹഭവനുണ്ട്. അവിടെ പോകും. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചും മേടിച്ചു കൊണ്ടു കൊടുക്കും, നമ്മളായിട്ടും കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുക്കുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ നല്ല പറയേണ്ടത്. ഇത് എന്നാ പറയുന്നത്, ഒരു പൂവ് ചോദിക്കുമ്പോൾ ഒരു പൂന്തോട്ടം തന്നെയാണ് നമുക്കിങ്ങനെ തരുന്നത്. അത്രയേറെ അനുഗ്രഹങ്ങളാണ് ചെയ്തു തരുന്നത്. ഇതിനെങ്ങനെ നന്ദി പറയേണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അച്ഛൻ പറയുന്ന പോലെ ഞാൻ ഏത് പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഈശോയോടൊരു വാക്ക് പറയും, ഈശോയെ ഞാൻ ഈ ചോദിക്കുകയോ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് പറഞ്ഞേച്ചാൽ ഞാൻ ഏത് കാര്യവും ചോദിക്കുള്ളൂ. കാരണം എനിക്ക് പഠിത്തമോ വിവരമോ ബോധമോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞിട്ടേ ചെയ്യൂ. എന്ത് കാര്യമാണേലും ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ നിന്നത് പറഞ്ഞു തരുക. പൈസയ്ക്കൊക്കെ വിഷമം വന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മുഖങ്ങളിങ്ങനെ ഓരോ മനുഷ്യരെ കാണിച്ചു തരും. ചോദിക്കാൻ പോലും ഇടവരുത്താതെ കൊണ്ടിട്ടാണ് ദൈവം നമുക്ക് കൊണ്ടുവന്നിങ്ങനെ വരുന്നതിന്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി ഒന്നും പറഞ്ഞാൽ പോരാ, അത്രയേറെ അനുഗ്രഹം ചെയ്തു തരുന്നു.